ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ലൈഫ് ക്ലാസിൻ്റെ 196-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നും വ്യത്യസ്തതയുള്ള ഒരു പുതിയ വിഷയമായിട്ടാണ് നാം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഒരു പുതിയ വിഷയം നമ്മോട് സംസാരിക്കുന്നത് പ്രിയ സണ്ണി വർഗീസ് സോദരനാണ്. സോദരനെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം നേരത്തെ നമ്മൾ അറിയിച്ചിട്ടുള്ളതുപോലെ തന്നെ മുഖപക്ഷം അരുത്, എന്നാൽ വ്യക്തിത്വ വ്യത്യാസം പരിഗണിക്കണം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഈ പ്രസ്ഥാനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഈ വാസ്തവത്തിലെ ഈ ഒരു പ്രസ്താവന വളരെ ആഴമുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. നാം എല്ലാവരെയും ഒരുപോലെയാണോ പരിഗണിക്കേണ്ടത്, അതോ ആളുകളെ പരിഗണിക്കുമ്പോൾ അവിടെ എന്ത് വ്യത്യാസമാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയാറുള്ളത് നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും സന്തുലിതമായ ഒരു സമീപനം പുലർത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയം എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ആഴമായിട്ട് ചിന്തിക്കാം. ധാരാളം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ സംശയ നിവാരണത്തിനും ചർച്ചകൾ ചെയ്യാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന അവസരം നമ്മുടെ മുമ്പാകെ ഉണ്ട്. ആ സമയം നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് വിനിയോഗിക്കാം. പ്രിയ സണ്ണി സോദരനെ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കും. കർത്താവിന് വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കുമ്പോൾ എളുപ്പമെന്ന് തോന്നുന്നൊരു വിഷയമാണ്. എന്നാൽ ഒത്തിരി പ്രായോഗിക തലങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന ഒരു വിഷയവുമാണ് ഈ മുഖപക്ഷവും വ്യക്തിവ്യത്യാസവും എന്നുള്ള വിഷയം. ഈ രണ്ട് പ്രയോഗങ്ങൾ, ഇപ്പൊ മുഖപക്ഷം എന്നുള്ള പ്രയോഗവും വ്യക്തിവ്യത്യാസം എന്നുള്ള പ്രയോഗവും വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, രണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സഭയിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. വ്യക്തിവ്യത്യാസം പരിഗണിക്കുന്നത് മുഖപക്ഷമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി വ്യക്തിവ്യത്യാസങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുന്ന, അത് മുഖപക്ഷം കാണിക്കലാകും എന്ന ഭയത്തിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളും അതിന് നെഗറ്റീവ് റിസൾട്ട് ഉണ്ട്, അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട്. സഭയിലും കുടുംബത്തിലും ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വിഷയം ഒന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലൂടെ വ്യക്തത വരുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അല്പം വേഗത്തിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ വരും. ഈ മുഖപക്ഷവും വ്യക്തിവ്യത്യാസവും, പാർഷ്യാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ആശയക്കുഴപ്പത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സാധാരണ ഒരു ആശയക്കുഴപ്പമുണ്ട്. നമുക്കിത് ഒരു വ്യക്തമായിട്ട് നിർവചിക്കാനായിട്ട് സാധിച്ചാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അത് തമ്മിലുള്ള പ്രായോഗികമായിട്ട് ഇത് തമ്മിൽ എവിടെയാണ് പ്രയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുത്തുന്നത് സംബന്ധിച്ചുള്ള പ്രായോഗിക തലങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ വ്യക്തിവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഓരോരുത്തരെയും വ്യത്യസ്ത സ്വഭാവവും കഴിവും ഒക്കെ ഉള്ളവരായി, പ്രത്യേകതയൊക്കെ ഉള്ളവരായി സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വരങ്ങള്, വിളികള്, ഇതൊക്കെ വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കുക എന്നതാണ് ഈ വ്യക്തിവ്യത്യാസം മനസ്സിലാക്കുക, പരിഗണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ വ്യക്തിയും, അവൻ രക്ഷിക്കപ്പെടാത്തവനായിക്കോട്ടെ രക്ഷിക്കപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഓരോ വ്യക്തികളും യുണീക്കാണ്, നിസ്തുല്യരാണ്, വ്യത്യസ്തങ്ങളായ പ്രത്യേകതകൾ ഉള്ളവരാണ്. ഓരോ വ്യക്തികളുടെയും സ്വഭാവം മാത്രമല്ല, അവരുടെ സാഹചര്യങ്ങളും എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഒരു കുടുംബത്തില് ജനിച്ചു വീഴുന്ന മക്കൾ പോലും വ്യത്യസ്തരാണ്. ഇനി ഇരട്ടക്കുട്ടികൾ പോലും വ്യത്യസ്തരാണ്. അപ്പൊ അങ്ങനെ വ്യക്തി വ്യത്യാസം എന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, ഒരു വ്യക്തിയോട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം
നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ഈ വ്യക്തി വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് ബന്ധങ്ങളെ ക്രമീകരിക്കാനും അതുപോലെ മനുഷ്യരോട് ഇടപെടാനും ഒക്കെ നമുക്ക് കഴിയുന്നു. ഈ മുഖപക്ഷം എന്ന് പറയുമ്പോൾ ബന്ധം, ഒരാളുമായിട്ടുള്ള ബന്ധം, അതുപോലെ ആ ഒരു വ്യക്തിയുടെ സ്ഥാനം, ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, സമ്പത്തിന്റെ സ്ഥിതി, അദ്ദേഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള അധികാരം വല്ലതുകൊണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾ ഏൽപ്പിക്കുന്നതിനൊക്കെ യോഗ്യത ഉള്ളതായിട്ട് കാണുന്ന അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് മുഖപക്ഷം എന്ന് പറയുന്നത്. അതായത് പുറമേ ഉള്ള യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ സാമൂഹികമോ സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ അതുപോലെ ചില പ്രത്യേക നമുക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് ഫേവറിറ്റിസം എന്ന് പറയും, പാർഷ്യാലിറ്റി എന്ന് പറയാം. കൂടുതൽ ഫേവറിറ്റിസം എന്ന വാക്കാണ് അതിനെ കുറച്ചുകൂടെ ചേരുന്നത്. അപ്പൊ മുഖപക്ഷം കാണിക്കുക എന്നത് ഒരു വ്യക്തിയെ മറ്റു വ്യക്തിയേക്കാൾ ബാഹ്യമായ കാരണങ്ങളാൽ, അതായത് ദൈവജനത്തിന്റെ ആ മൂല്യങ്ങൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ബാഹ്യമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠനായി കാണുന്നു. ഇപ്പോൾ നല്ലൊരു ഉദാഹരണം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സഭയിൽ ഒരുത്തൻ പൊന്മോതിരം ഇട്ടുകൊണ്ട് വിശേഷ വസ്ത്രം ധരിച്ചു വന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ മെച്ചമായ ഒരു ഇരിപ്പിടം കൊടുക്കുക, ദരിദ്രനോട് നീ താഴെ ഇരിക്കുക എന്ന് പറയുക. അപ്പൊ അതാണ് ഈ മുഖപക്ഷം കാണിക്കുക എന്നതിന് ഉള്ള ഒരു നല്ല ഉദാഹരണമായിട്ട് ദൈവത്തിന്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള മറ്റൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, ഈ നീതി നമ്മൾ നടപ്പാക്കുമ്പോഴും അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും, നീതിയും സ്നേഹവും, ഈ നീതി നടപ്പാക്കുമ്പോൾ ആളുകൾ ഒരുപക്ഷെ പറയും നമ്മൾ ഫേവറേറ്റിസം കാണിച്ചു എന്ന് പറയും. ഇനി അതല്ല, സ്നേഹം കാണിക്കുമ്പോൾ ആളുകൾ ഈ പറയുന്ന പോലെ പറയാറുണ്ട്. അപ്പോൾ ഈ നീതി നടപ്പാക്കുമ്പോഴും ഒരാളെ കൂടുതൽ കരുതുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അവിടെയും ഈ മുഖപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നും വ്യക്തിവ്യത്യാസം എന്നത് എങ്ങനെയാണ് എന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസ് വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, സഭയില് കൂടുതൽ ആത്മീയമായ പക്വതയുള്ള ആളുകളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് വ്യക്തി വ്യത്യാസത്തിന്റെ അംഗീകരണമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ പക്വമായിട്ടുള്ള ക്രിസ്തീയ സ്വഭാവം കാണിക്കുന്നു, അവന്റെ കൃപാവരത്തെ അവൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു, വിശ്വസ്തമായിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് കൂടുതൽ അവസരങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ അത് വ്യക്തി വ്യത്യാസത്തിന്റെ അംഗീകാരമാണ്. എന്നാൽ വേറെ ഒരുപക്ഷെ ചില ആളുകൾക്ക് അത് മുഖപക്ഷമായിട്ട് തോന്നാം. അപ്പൊ അത് മുഖപക്ഷമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വ്യത്യാസം അറിഞ്ഞിരിക്കണം. അതായത് മുഖപക്ഷം എന്താണെന്നും അതുപോലെ വ്യക്തി വ്യത്യാസം എന്താണ് എന്നും അറിഞ്ഞിരിക്കണം. ഇത് കുടുംബങ്ങളിൽ വരാം. ഇപ്പൊ കുടുംബത്തില് ഇപ്പൊ ചില കുട്ടികള് അവർ ഫിസിക്കലി വീക്കായിട്ടുള്ള കുട്ടികളുണ്ട്, എപ്പോഴും അസുഖങ്ങളൊക്കെ വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പേരൻസ് കൂടുതൽ ശ്രദ്ധയും പരിചരണവും പരിഗണനയും ഒക്കെ കൊടുക്കാൻ സ്വാഭാവികമായിട്ടും സാധ്യതയുണ്ട്. അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റു കുട്ടികൾക്ക് അപ്പനും അമ്മയും ഇവനോട് ഫേവറിറ്റിസം അല്ലെങ്കിൽ ഇവളോട് ഫേവറിറ്റിസം കാണിക്കുന്നു, അവരോടാണ് കൂടുതൽ സ്നേഹം എന്നൊക്കെ ചിന്തിക്കാനായിട്ടുള്ള സാധ്യത കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ ഇത് ഈ എന്താണ് ഫേവറിറ്റിസം അല്ലെങ്കിൽ എന്താണ് വ്യക്തി വ്യത്യാസം എന്നത് വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് വ്യക്തതക്കുറവ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള പരാതികളും പ്രയാസങ്ങളൊക്കെ പല സമയത്തും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യക്തി വ്യത്യാസവും മറ്റു മുഖപക്ഷവും തമ്മിലുള്ള ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ ചിലർക്ക് അത് അസൂയയിലേക്ക് നയിക്കാറുണ്ട്. ചില ആളുകൾക്ക് അത് അസൂയ ഉണ്ടാക്കാറുണ്ട്. ഈ മുഖപക്ഷം കാണിച്ചാലും അസൂയ ഉണ്ടാകും. ഇനി വ്യക്തി വ്യത്യാസം കാണിക്കുമ്പോഴും ചിലപ്പോൾ അസൂയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് സഭയിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യമാണ് യാക്കോബിന്റെ കുടുംബത്തില്, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെ കുടുംബത്തിൽ സംഭവിച്ചത്. ജോസഫിനോട് ഒരു പ്രത്യേക താല്പര്യം യാക്കോബിനുണ്ടായിരുന്നു. അത് വ്യക്തിവ്യത്യാസം എന്നതിനേക്കാൾ അത് ഫേവറിറ്റിസം ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഫേവറിറ്റിസം മറ്റ് ജോസഫിന്റെ സഹോദരങ്ങൾക്ക് ജോസഫിനോട്
അസൂയ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിവ്യത്യാസവും അതുപോലെ മുഖപക്ഷവും ഇത് തമ്മിൽ കൃത്യമായിട്ട് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും സൂക്ഷിച്ച് നമുക്ക് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് കുടുംബത്തിലായാലും സഭയിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ നേതൃത്വ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴും ഈ മുഖപക്ഷവും വ്യക്തി വ്യത്യാസവും ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ നേതൃത്വപരമായിട്ടുള്ള മാനദണ്ഡങ്ങളിലെ വ്യക്തതക്കുറവ്, ആ വ്യക്തമാക്കാതെ നമ്മൾ ഒരാളെ നേതൃത്വത്തിലേക്ക് പരിഗണിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പക്ഷേ ഫേവറിറ്റിസമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായ മാനദണ്ഡങ്ങൾ നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്നവർക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ നമ്മൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തില് അവിടെ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാർ വളരെ കൃത്യമായിട്ട് അതിന്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞു. 1 തിമോത്തി 3-ാം അധ്യായത്തിൽ വരുമ്പോഴും പൗലോസ് അപ്പോസ്തലനും മൂപ്പന്മാർക്കും ശുശ്രൂഷകന്മാർക്കും വേണ്ട മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിവരിച്ചു. അപ്പൊ അങ്ങനെ സഭയ്ക്കും ഒക്കെ അത് ബോധ്യമാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചില ആളുകളെ നമ്മൾ നേതൃത്വത്തിലേക്ക് പരിഗണിച്ചു എന്നതിന് വ്യക്തമായ ഉത്തരം അവിടെയുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴും നമുക്ക് ഈ മേഖലയിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, ആരോപണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് രണ്ടിനെയും ഒന്ന് വേർതിരിച്ച് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് ഈ മുഖപക്ഷം എന്നത്, എന്താണ് വ്യക്തിവ്യത്യാസം എന്നത് എന്ന് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ട് ഈ മുഖപക്ഷം എന്ന ആ ഒരു ആശയം തന്നെ നമുക്ക് എടുക്കാം. നമുക്കറിയാം, ക്രിസ്തീയ ധാർമ്മികതയുടെ ഉറവിടം ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്ത കാര്യങ്ങൾ തെറ്റാണ് എന്ന് നമ്മൾ പറയാം. ദൈവത്തിന്റെ സ്വഭാവത്തോട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതം, ഇതൊക്കെയാണ് ക്രിസ്തീയ ധാർമ്മികതയുടെ ഉറവിടമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ മുഖപക്ഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയം എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ് എന്ന് ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുഖപക്ഷം ദൈവത്തിന് ഇഷ്ടമില്ല അല്ലെങ്കിൽ മുഖപക്ഷം ഇല്ല എന്ന് ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയത് കൂടാതെ മുഖപക്ഷം കാണിക്കുന്നത് തെറ്റാണ്, മുഖപക്ഷത്തിനെതിരെ കാണിക്കുന്നതിനെതിരെയുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഈ മുഖപക്ഷം എന്നത്? റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അവിടെ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ എന്ന് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നുണ്ട്. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ എല്ലാ വാക്യങ്ങളിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. അവിടെ മുഖപക്ഷം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷിൽ അത് പാർഷ്യാലിറ്റി എന്ന് ചില ട്രാൻസ്ലേഷൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രോസോപൊളപ്സിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഈ തെയറിന്റെ ലെക്സിക്കനിൽ, ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്: ദ ഫോൾട്ട് ഓഫ് വൺ ഹൂ വെൻ കോൾഡ് ടു ഗീവ് ജഡ്ജ്മെന്റ് has respect of the outward circumstances of man and not to their intrinsic merits, and so prefers as the more worthy one who is rich, high-born or powerful to another who does not have these qualities. ഇതാണ് തെയർ അതിന് കൊടുക്കുന്ന വിശദീകരണം. ഞാൻ അതിനെ മലയാളത്തിലേക്ക് ആക്കി പറയാനായിട്ട് ശ്രമിക്കാം. ഒരു വിധി പറയേണ്ടി വരുമ്പോഴോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമ്പോഴോ പുറമേയുള്ള യോഗ്യതകൾ മാത്രം നോക്കി അകമേയുള്ള ശ്രേഷ്ഠത പരിഗണിക്കാതെ സമ്പന്നനോ ഉന്നത കുലജാതനോ അധികാരസ്ഥാനിയോ ആയ ഒരാളെ, അല്ലെങ്കിൽ മറ്റു ചില പുറമേയുള്ള യോഗ്യതകൾ, അങ്ങനെ അല്ലാത്ത ഒരാളെക്കാൾ കൂടുതൽ യോഗ്യനായി കണക്കാക്കുന്ന തെറ്റാണ് ഈ മുഖപക്ഷം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു വിധി പറയേണ്ടി വരുമ്പോൾ, ഒരു വിഷയത്തിൽ ഇടപെട്ട് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ നേരെ ഒരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വ സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ പുറമേയുള്ള യോഗ്യതകൾ മാത്രം നോക്കി അദ്ദേഹത്തിന്റെ
ഇന്നർ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള നിലവാരം പരിഗണിക്കാതെ, അകമയുള്ള ശ്രേഷ്ഠത പരിഗണിക്കാതെ, സമ്പന്നനെന്നോ ഉന്നത കുലജാതനെന്നോ അതുപോലെ അദ്ദേഹത്തിന് സമൂഹത്തിൽ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങൾ ഉള്ള ആളെന്നോ ഒക്കെയുള്ള പരിഗണനയിൽ മറ്റുള്ളവരെക്കാൾ ഇദ്ദേഹത്തെ കൂടുതൽ യോഗ്യനായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ആ ഒരു തെറ്റായ പരിപാടിയാണ് ഈ മുഖപക്ഷം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെ ധാരാളം ആളുകൾ, പല തരത്തിലുള്ള ആളുകൾ വരാറുണ്ട്. സമൂഹത്തിന്റെ പല സ്ഥിതിയിലുള്ള, പല നിലയിലുള്ള ആളുകൾ വരാറുണ്ട്. പല മത പശ്ചാത്തലത്തിലുള്ള, ജാതി പശ്ചാത്തലത്തിലുള്ള ആളുകൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലങ്ങളിലുള്ള ആളുകൾ വരുമ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞവര്, കൂടിയവര്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ചില സ്ഥലത്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള തദ്ദേശീയ സഭകളിൽ മാത്രമല്ല, മറ്റ് സമുദായങ്ങളിലും മറ്റ് ഡിനോമിനേഷൻസിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിലും നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ഈ സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് പ്രത്യേക പരിഗണനയും, അതുപോലെ ഈ SC/ST കാറ്റഗറി, ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാസ്റ്റ്, അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗക്കാരിൽ നിന്ന്, അതുപോലെ ആദിവാസി സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവർക്ക് ഒരു രണ്ടാം തര പൗരന്മാരെന്ന നിലയിൽ അവരെ കാണുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയൊക്കെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ഉദാഹരണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരുപക്ഷെ വടക്കോട്ടുള്ളവർ എത്രമാത്രം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തെക്കോട്ടുള്ളവർക്ക് അറിയാം. ഈ തിരുവല്ല അടുത്ത് ആണ് അവരുടെ ഹെഡ് ഓഫീസ്, പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അപ്പോൾ ഈ പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ചത് ഒരു ബ്രദറിന് ഉപദേശിയാണെന്നാണ്. അപ്പൊ അദ്ദേഹം ബ്രദറിലെ ഒരു ഉപദേശിയായിരുന്നു. അപ്പൊ അവിടെ ഒരു മീറ്റിംഗിൽ ഇദ്ദേഹത്തെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു, മറ്റൊരു ദൈവദാസനെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. പ്രസംഗത്തിന് ശേഷം ഈ പ്രസംഗിച്ച ദൈവദാസന്മാർക്ക് അവിടെ ഒരു സഹോദരന്റെ വീട്ടില് അത്താഴം ഒരുക്കി. ഈ അത്താഴം കഴിക്കാനായിട്ട് വന്ന സമയത്ത് ഈ പ്രസംഗത്തിൽ ഒരാള്, അദ്ദേഹം ഈ സുറിയാനി വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിന് മേശപ്പുറത്തിരുത്തി ആഹാരം കൊടുക്കുകയും, എന്നാൽ മറ്റേ അദ്ദേഹം ഒരു ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് തറയിൽ പായലിരുത്തി ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഉണ്ടാകാൻ കാരണം. അപ്പൊ അദ്ദേഹം അവിടെ ആ സമയത്ത് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടാവുന്ന രക്ഷയെക്കുറിച്ച്, രക്ഷ അല്ല, ഈ ഭൂമിയില് പ്രത്യക്ഷമായിട്ട് കാണാവുന്ന ഒരു രക്ഷയാണ് ഞങ്ങൾക്ക് ആവശ്യം, അവരുടെ സമുദായത്തിന് ആവശ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ബ്രദറൻ സഭ വിട്ടുപോയിട്ട് ഇദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനമാണ് ഈ PRDS അഥവാ പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്നത്. അതുപോലെ പല സഭകളിലും സ്റ്റേറ്റ് ഡിവിഷൻ എന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില സഭകൾ ഡിവിഷന്റെ കീഴിലുള്ളതാണ്, ചില സ്റ്റേറ്റിന്റെ കീഴിലുള്ളതാണ്. അതൊക്കെ ഈ തരത്തിലുള്ള സാമുദായിക പരിഗണന, അവരുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ വ്യത്യാസങ്ങളെ പരിഗണിച്ച് താഴ്ന്നവനെന്നും ഉന്നത കുലജാതനെന്നും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ തിരിവുകളൊക്കെയാണ്. ഇങ്ങനെയുള്ള തിരിവുകൾ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ഇടയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തിന്മയാണ് എന്നുള്ളത് നമുക്കറിയാം. പല ഉദാഹരണങ്ങളും നമുക്ക് അതിനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും മനുഷ്യരെ കാണാനായിട്ട് അനുവാദമില്ല എന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുഖപക്ഷം കാണിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ദൈവത്തിന്റെ ഇടപെടലിലൂടെ ദൈവം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യർ ഉയർത്തിക്കെട്ടി ഇത്തരത്തിലുള്ള വിവേചനത്തിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞ പല സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ശമരിയക്കാരുമായിട്ടുള്ള ബന്ധത്തില് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യഹൂദന്മാർ സ്വാഭാവികമായിട്ട് പോകാത്ത അല്ലെങ്കിൽ ബന്ധം പുലർത്താത്ത ആ ശമരിയ സമൂഹത്തിലെ ഒരു സ്ത്രീയുടെ അടുക്കൽ പോയി കർത്താവ് സംസാരിക്കുന്നതും അവളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതും ഒക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ മനുഷ്യൻ ഉയർത്തിക്കെട്ടിയ ഈ ജാതി വേർതിരിവിന്റെ അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് ഉയർത്തിക്കെട്ടിയ മതിലുകളെയൊക്കെ കർത്താവ് ഇടിച്ചു കളഞ്ഞ് യഹൂദനെയും ജാതിയെയും ഒരു പുതിയ മനുഷ്യനായി ഒരുമിപ്പിച്ച് ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പുതിയ പരിപാടിയാണ് കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തില് നമ്മൾ ഒരിക്കലും ഈ ഫേവറിറ്റിസം, ഈ മുഖപക്ഷം കാണിക്കാൻ പാടില്ലാത്ത ആളുകളാണ്. ദൈവവചനം അത് ശക്തമായിട്ട് വിലക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ മുഖപക്ഷം ഇല്ലാത്തവനാണ് ദൈവം എന്ന് പറഞ്ഞു. പല വാക്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓടിച്ച് വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളില്
നമുക്കറിയാം കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ കർത്താവ് അയക്കുന്ന ആ ഒരു സാഹചര്യം, ആ സംഭവം, അവിടെ കർത്താവ് തന്നെ എത്ര പണിപ്പെട്ടിട്ടാണ് പത്രോസിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. കാരണം പത്രോസിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ജൂയിഷ് മൈൻഡ് സെറ്റാണ്. ആ യഹൂദന്റെ മൈൻഡ് സെറ്റില് വിജാതീയനെ സ്വീകരിക്കുക, വിജാതീയന്റെ വീട്ടിൽ പോവുക, അവനോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ദൈവം വളരെ മനോഹരമായിട്ട് ഒരു ദർശനമൊക്കെ കൊടുത്ത് പത്രോസിന് ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ അവിടെ ചെന്ന് പത്രോസ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ വിഷയമാണ് പറഞ്ഞു വരുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പത്രോസ് പറയുന്നുണ്ട്. അപ്പൊ അത് പറയാൻ കാരണം ദൈവം അത് പഠിപ്പിച്ചു. ഒരു മനുഷ്യനെയും മലിനനായിട്ട് എണ്ണരുത് എന്ന് ദൈവം പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു എന്നും പത്രോസ് തന്റെ അനുഭവ സാക്ഷ്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏത് ജാതിയിലുമുള്ളവനെ ദൈവം സ്വീകരിക്കുന്നു. യഹൂദനെ ദൈവം സ്വീകരിക്കുന്നു, അതുപോലെ മറ്റ് ജാതികളെ ദൈവം സ്വീകരിക്കുന്നു എന്നത് ദൈവത്തിന്റെ മുഖപക്ഷമില്ലായ്മയ്ക്ക് തെളിവായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും നമുക്ക് ദൈവം എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നു എന്നുള്ള ആശയം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഗലാത്യർ 3:28 വരുമ്പോൾ, ഗലാത്യർ 3:28 ദൈവം സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ മൂല്യമുള്ളവരായി കാണുന്നു. അപ്പൊ മനുഷ്യന്റെ മൂല്യത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല. യഹൂദനാണോ യവനനാണോ, അവന്റെ സോഷ്യൽ സ്റ്റേറ്റസ്, അവൻ ദാസനാണോ സ്വതന്ത്രനാണോ, ഇനി അതല്ല അവന്റെ ജെൻഡർ ഏതാണ്, അവന്റെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഇതൊന്നും ദൈവത്തിന് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ മൂല്യത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വ്യത്യാസങ്ങളും ദൈവം മനുഷ്യന് വെക്കുന്നില്ല. ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒന്നത്രേ എന്ന് അവിടെ വ്യക്തമായിട്ട് ദൈവം പറയാണ്. അതുപോലെ ദൈവ മക്കളായിട്ട് സ്വീകരിക്കുന്ന കാര്യത്തില് ഗലാത്യർ 3:28 തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ദൈവമക്കളാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്രനാണോ ദാസനാണോ, യഹൂദനാണോ, ജാതിയാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, ഇതൊന്നും അല്ല ദൈവത്തിന്റെ മുമ്പാകെ വലിയ കാര്യം. ഒരു ദൈവത്തിന്റെ മകളായിത്തീരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ദൈവമക്കളാക്കുന്ന കാര്യത്തില്, മനുഷ്യനെ ദൈവമക്കളാക്കി തീർക്കുന്ന കാര്യത്തില്, അങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തില് ദൈവത്തിന് യാതൊരു വിധത്തിലുള്ള മുഖപക്ഷവും ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ലായ്മ വെളിപ്പെടുത്തുന്ന മറ്റൊരു തലമാണ് ന്യായവിധിയുടെ ഒരു തലം എന്ന് പറയുന്നത്. ന്യായവിധിയിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. കൊലോസ് ലേഖനം 3-ാം അധ്യായം, കൊലോസ്യർ 3:24-25 വാക്യങ്ങളിൽ അവിടെയും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. അവിടെയും ദൈവത്തിന് വിശ്വാസികളുടെ ന്യായവിധിയിലായിക്കൊള്ളട്ടെ ഈ വിഷയത്തിലൊന്നും ദൈവത്തിന് യാതൊരു വിധത്തിലുള്ള മുഖപക്ഷവും ഇല്ല. ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ പരിഗണിക്കുന്നു, എല്ലാവർക്കും നീതി നൽകുന്നു, അതുപോലെ എല്ലാവരെയും സ്വീകരിക്കുന്നു, എല്ലാ ജാതിയിലും എല്ലാ തരത്തിലുള്ള മനുഷ്യരെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ കാണുകയാണ്. അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് വിശ്വാസികളോട് യാക്കോബ് പറയുന്നത്. യാക്കോബ് 2:1 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അതൊരു കൽപ്പനയാണ്, വളരെ വ്യക്തമായിട്ടുള്ള ഒരു കൽപ്പനയാണ്. വിശ്വാസികൾക്ക് മുഖപക്ഷം കാണിക്കാൻ അനുവാദമില്ല. ഒരു വിധി പറയുമ്പോഴോ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴോ പുറമേയുള്ള യോഗ്യതകൾ മാത്രം നോക്കി, നമ്മൾ ആദ്യമേ ഒരു ഡെഫിനേഷൻ പറഞ്ഞതുപോലെ അകമയുള്ള ശ്രേഷ്ഠതകളെ പരിഗണിക്കാതെ സമ്പന്നനെന്നോ അതുപോലെ ഉന്നത കുലജാതനെന്നോ സമൂഹത്തില് ഒരു പ്രത്യേക സ്ഥാനമുള്ളവരെന്നോ ഒരു പ്രത്യേക ജോലിയൊക്കെ ഉള്ള ആളെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള പരിഗണനകളൊക്കെ വെച്ചുകൊണ്ട് ഒരാളെ മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണുന്ന ആ ഒരു തെറ്റ് വിശ്വാസികളായ നമുക്ക് ചെയ്യാനായിട്ട് അനുവാദമില്ല. കാരണം കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഫേവറിറ്റിസം കാണിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ്. കാരണം കാൽവരിയിലെ ക്രൂശ് നമ്മളോട് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് ഫേവറിറ്റിസം ഇല്ല എന്നാണ്. ആ ക്രൂശിലൂടെ ദൈവം സകല ജാതിയിലും വംശത്തിലും ഭാഷയിലും ഗോത്രത്തിലും നിന്നുള്ള മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ഉള്ള വ്യത്യാസങ്ങളെയൊക്കെ ദൈവം ഇല്ലാതാക്കിയ ഒരിടമാണ് കാൽവരിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. ആ ക്രൂശിലൂടെ നമ്മളെ സ്നേഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു മനുഷ്യനോടും
ഫേവറിറ്റിസം കാണിക്കാനായിട്ട് അനുവാദമില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ മുഖപക്ഷം കാണിക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പൊ ഇതിന്റെ പ്രായോഗിക തലങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ നല്ലതാണ്. ഈ മുഖപക്ഷം കാണിക്കരുത് എന്നുള്ളത് കേവലം ഒരു സിദ്ധാന്തമല്ല, അത് ദിവസേന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ക്രിസ്തീയ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് തീരേണ്ട ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയാം. ഇത് സഭാ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ നമുക്കിത് പ്രയോഗിക്കാനായിട്ട് ആവശ്യമുള്ള ഒരു പ്രമാണമാണ് ഈ മുഖപക്ഷം കാണിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ സഭാ തലത്തിലേക്ക് നോക്കിയാൽ നമുക്ക് സഭയില് യാക്കോബിന്റെ ലേഖനത്തില് നമ്മൾ കാണുന്നത് 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യാക്കോബ് ഉദാഹരണ സഹിതം പറയുന്ന ഒരു കാര്യമാണ്. അവിടെ സഭയില് പ്രത്യേക ഇരിപ്പിടങ്ങൾ കൊടുക്കുക, പ്രത്യേകമായിട്ടുള്ള ബഹുമാനം കൊടുക്കുക, അവസരങ്ങൾ കൂടുതൽ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് ബഹുമാനവും അവസരങ്ങളും പ്രത്യേക ഇരിപ്പിടങ്ങളും അതുപോലെയുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ കൊടുക്കുന്നത് സമ്പത്ത് നോക്കിയിട്ടോ അതുപോലെയുള്ള മറ്റ് ബാഹ്യമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കിയിട്ടോ ആകരുത് എന്നതാണ് നമുക്ക് ഒന്നാമത് ശ്രദ്ധിക്കാനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. അതുപോലെ ശുശ്രൂഷകൾക്കായിട്ട് നമ്മൾ സഹോദരിമാർക്കും ഒക്കെ അവസരങ്ങൾ നൽകും. സഭായോഗത്തിലും അതുപോലെ കോട്ടേജ് മീറ്റിങ്ങുകളിൽ, ക്യാമ്പുകളിൽ, ഇതുപോലെയുള്ള പല യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ട്, സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്, പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളിലൊക്കെ നമ്മൾ പല ശുശ്രൂഷകള് പല ആളുകൾ, പല ഉത്തരവാദിത്തങ്ങൾ പല ആളുകൾ ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഏൽപ്പിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഫേവറിറ്റിസം ഇല്ലാതെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ യാക്കോബിന്റെ ആ വാക്യത്തിലെ നിർദ്ദേശത്തിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അവിടെ പരിഗണിക്കേണ്ട വിഷയങ്ങൾ വരങ്ങളാണ്, അല്ലെങ്കിൽ സ്വഭാവമാണ്, ആത്മീകമായിട്ടുള്ള പക്വതയാണ്, അതുപോലെ ദൈവജനത്തിന്റെ ഉപദേശ വിഷയങ്ങളോടുള്ള സമീപനമാണ്, അല്ലെങ്കിൽ ഉപദേശ വിഷയത്തിലുള്ള ബോധ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ ശുശ്രൂഷയിലേക്ക്, നേതൃത്വത്തിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യം ദൈവജനത്തിന്റെ മാതൃകയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇത് കൂടാതെ മത, കുടുംബ, സാമ്പത്തിക, സാമൂഹിക പശ്ചാത്തലങ്ങൾ നോക്കി ചില പ്രത്യേക മതത്തിൽ നിന്ന് വരുന്നവർക്ക്, രക്ഷിക്കപ്പെട്ടു വരുന്നവർക്കുള്ള പ്രത്യേക സ്ഥാനങ്ങൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ ചില പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോ ചില സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പരാതി, ഈ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക് സഭയിൽ ലീഡർഷിപ്പ് കൊടുക്കാനായിട്ട് നമ്മുടെ സഹോദരന്മാര് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്, അവർക്ക് താല്പര്യമില്ല എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ അന്യായങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചിലയിടത്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കണം. എന്നാൽ മറ്റു ചില സ്ഥലത്ത് അതില്ലാതെയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇങ്ങനെയുള്ള ചില പരാതികളൊക്കെ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുപോലെ കുടുംബ മഹിമ, സമൂഹത്തിലെ ചില വലിയ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആളുകൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു അങ്ങനെയുള്ള രീതികളെ കാണാറുണ്ട്. ഇത് രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമുക്കറിയാം, ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചില മതവിഭാഗത്തിൽ നിന്നൊക്കെ അവരുടെ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ, അല്ലെങ്കിൽ ചില പാർട്ടികൾ വിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് അവരെ ഇലക്ഷൻ നിർത്തുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഫേവറിറ്റിസമാണ്, അവരുടെ ഒരു തന്ത്രത്തിന്റെ ഒക്കെ ഭാഗമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ സഭയില് അങ്ങനെയുള്ള ഫേവറിറ്റിസം ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് അനുവാദമില്ല. അതുപോലെ സമ്പന്നരായിട്ടുള്ള മനുഷ്യര്, സമൂഹത്തിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വലിയ വിദേശത്ത് ജോലിയുള്ള ആൾക്കാരോ, അവരെയൊക്കെ പ്രത്യേകമായിട്ട് പരിഗണിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുക, ചെവി കൊടുക്കുക, അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ സഭകളെ മുമ്പോട്ട് കൊണ്ടുപോവുക, അതുപോലെ അവരെ ഈ നേതൃത്വത്തിലേക്ക് ആക്കുക, ഇങ്ങനെയുള്ള രീതികളൊന്നും നമുക്ക് സഭയിൽ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ മുഖപക്ഷം കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ പുതിയ ആളുകളെ സഭയിലേക്ക് സ്വീകരിക്കുന്ന രീതി സംബന്ധിച്ചും അപ്പൊ ചില തരത്തിലുള്ള ആളുകൾ സഭയിൽ വരുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചില പൗരന്മാര് പറഞ്ഞ ചില ഉദാഹരണങ്ങളൊക്കെ വാസ്തവത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരിയും വരും, ചിലപ്പോൾ ലജ്ജയും തോന്നും. അപ്പൊ ഒരു പണമുള്ള സമൂഹത്തിലെ ധനവാനായ ഒരു മനുഷ്യൻ ഒരിക്കലും സഭായത്തിൽ വന്നപ്പോൾ അവിടെ ലീഡ് ചെയ്ത ആള് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു, കർത്താവെ, ധനവാനായ ഒരു മനുഷ്യനെ ഞങ്ങളുടെ സഭയിലേക്ക് കൊണ്ടുവന്നതിന് സ്തോത്രം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫേവറിറ്റിസം ഒന്നും നമുക്ക് ആവശ്യമില്ല. പണമുള്ള ആള് സഭയിൽ വന്നാലും പണമില്ലാത്ത ആള് സഭയിൽ വന്നാലും രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള മൂല്യമാണ് ദൈവമുമ്പാകെ ഉള്ളത്. രണ്ടുപേരെയും ഒരേപോലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട
ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭാതലത്തില് ഈ ഫേവറിറ്റിസം ബാഹ്യമായിട്ടുള്ള യോഗ്യതകളോ സാഹചര്യങ്ങളോ നോക്കിയല്ല നമ്മൾ കൊടുക്കേണ്ടത്. അവരെ നമുക്ക് മൂല്യമുള്ളവരായിട്ട് കാണാനും ദൈവമക്കളായിട്ട് കാണാനും അതുപോലെ അവരുടെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയും വിശ്വാസ ജീവിതത്തിലുള്ള പക്വതയും അതുപോലെ അവർക്ക് ദൈവം നൽകിയിട്ടുള്ള വരങ്ങളുടെയും അതുപോലെ അവർക്ക് ഈ ആത്മീയ വിഷയങ്ങളോടുള്ള അവരുടെ സമർപ്പണം, ഉപദേശ വിഷയങ്ങളിലുള്ള അവരുടെ നിശ്ചയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഉത്തരവാദിത്തങ്ങളും സ്ഥാനങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലും ഈ ഒരു ഫേവറിറ്റിസം ഉണ്ടോ ഇത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. നമ്മള് മനുഷ്യരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലും ഇടപാടിലും നമ്മൾ ചില പ്രത്യേക തരത്തിലുള്ള ആളുകളെ നമ്മൾ ഒഴിവാക്കുന്നവരാണോ, ചില തരത്തിലുള്ള ആളുകളോട് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആളുകളാണോ, ഇതൊക്കെ നമുക്കൊരു ആത്മപരിശോധന നടത്താനായിട്ടുള്ളൊരു സമയം കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ പക്ഷപാതം എന്നത്, ഫേവറിറ്റിസം എന്നത് തുടങ്ങുന്നത് പെരുമാറ്റത്തിലല്ല, അത് നമ്മുടെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. നമ്മളൊരു മനുഷ്യന് കൊടുക്കുന്ന മൂല്യം എന്താണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് കാണുന്നത് എന്നതിന് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ ഫേവറിറ്റിസം ഒക്കെ. ഇപ്പൊ ദൈവവചനത്തില് ദൈവം മനുഷ്യനെ മുഖപക്ഷം കാണിക്കുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ ദൈവത്തിന്റെ ചിന്തയോട് ചേർത്ത് നമ്മളും നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ, നമ്മുടെ മനോഭാവങ്ങളെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സഭയിലുള്ള എല്ലാ മനുഷ്യരെ സ്നേഹത്തോടെ പരിഗണിക്കാനായിട്ട് കഴിയും. എല്ലാവരോടും നമുക്ക് ഒരേപോലെ പെരുമാറാനും ഒക്കെ സാധിക്കും. അവരെ ബഹുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. കുടുംബതലത്തിലേക്ക് വരുമ്പോൾ ഈ ഫേവറിറ്റിസം വ്യക്തമാകാറുണ്ട് പല കുടുംബങ്ങളിലും. കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുക, മക്കളെ തമ്മിൽ താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ചിലർ ഒരുപക്ഷെ അവർക്ക് മാതാപിതാക്കളെ പ്ലീസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുള്ളവരുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ രീതിയിലുള്ള വ്യത്യാസം കാണും, അവരുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം കാണും. ചിലർ ഭയങ്കര ഉത്സാഹമുള്ളവരായിരിക്കും, ചിലർ അന്തർമുഖരായിരിക്കാം. അപ്പൊ അങ്ങനെ കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മൾ ഒരാളെ മിടുക്കനെന്നും മിടുക്കിയെന്നും ഒക്കെ പറയുമ്പോൾ മറ്റേ ആളോട് നമ്മൾ അത്രയും താല്പര്യം ഇല്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവര് ഇത്രയും പോരാ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അത് വല്ലാത്ത മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവരുടെ പെരുമാറ്റത്തിലൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ മനഃശാസ്ത്രപരമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ദൈവവചനത്തിലും അങ്ങനെയുള്ള തെറ്റായ ചില പ്രവണതകൾ, നേരത്തെ യാക്കോബ് യോസഫിനോട് ഫേവറിറ്റിസം കാണിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ ഇസഹാക്കിന്റെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഇസഹാക്കിന്റെ 2 മക്കള് ഏശാവും യാക്കോവും. ഈ പിതാവിന് താല്പര്യമായിരുന്നു. കാരണം പിതാവിന് കുറച്ചുകൂടെ കേറ്റർ ചെയ്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെ നടത്തി കൊടുത്തത് ഏശാവാണ്. അദ്ദേഹത്തിന് ഈ നായാട്ട് ഇറച്ചിയൊക്കെ വലിയ താല്പര്യമായതുകൊണ്ട് ഏശാവ് അങ്ങനെയുള്ള വ്യക്തിയായിരുന്നല്ലോ. എന്നാൽ യാക്കോബിനോട് കുറച്ചുകൂടെ അമ്മയ്ക്കായിരുന്നു താല്പര്യം. കാരണം അദ്ദേഹം ഒരു സാധുശീലനും കൂടാരവാസിയുമാണ്. എപ്പോഴും അങ്ങനെ വീടുമായിട്ടൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ ഏശാവ് കുറച്ചുകൂടെ ഔട്ട് ഗോയിങ് ടൈപ്പ്, അദ്ദേഹം വനസഞ്ചാരി ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടെയും അപ്പൻ ഒരാളുടെ കൂടെ, അമ്മ വേറൊരാളുടെ കൂടെ. അപ്പൊ അപ്പന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മകൻ, അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മകൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങളൊക്കെ പല കുടുംബത്തിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. ഈ ഫേവറിറ്റിസം മക്കളുടെ അടുക്കൽ ഒരിക്കലും അവരോട് സ്നേഹം കാണിക്കുന്നതിലോ അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഒരാളെ കൂടുതൽ ഉയർത്തി പറയുക, മറ്റൊരാളെ താഴ്ത്തി പറയുക, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊന്നും നമ്മൾ കാണിക്കാനായിട്ട് പാടില്ല. ചിലപ്പോൾ മക്കൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ വ്യത്യാസങ്ങളൊക്കെ കാണും. അപ്പൊ ആ നിറ വ്യത്യാസമൊന്നും നമ്മൾ എടുത്തു പറയുകയോ അല്ലെങ്കിൽ ആ നിറത്തിന്റെ പേരിൽ നമ്മളൊരു വേർതിരിവ് കാണിക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് ഇടയാകരുത്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു പരിഗണന, സ്നേഹമൊക്കെ, സമത്വവും ഒക്കെ നമുക്ക് കുടുംബത്തിലും കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ചർച്ച് ലീഡർഷിപ്പിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചതാണെങ്കിലും ബാഹ്യമായിട്ടുള്ള ഒരാളെ ഒരു ഉത്തരവാദിത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുമ്പോഴും, അതുപോലെ സഭാ നേതൃത്വത്തിലുള്ളവര് മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോഴും കോൺഫ്ലിക്റ്റുകളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ ആരുടെയും പക്ഷം ചേർന്ന് നമ്മൾ നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അവിടെയൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ വരാൻ സാധ്യതയുള്ള
ഒരു കാര്യമാണ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യത്തില് ദൈവം മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യം, ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ എന്നൊരു മുന്നറിയിപ്പൊക്കെ അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം. അപ്പോൾ ഈ പ്രശ്ന പരിഹാരത്തിൽ ഇടപെടുമ്പോൾ ചർച്ച് ലീഡർഷിപ്പ് സാധാരണ കേൾക്കുന്ന ഒരു വിമർശനമാണ്, ഇന്നവരുടെ പക്ഷം കൂടിയാണ് അവർ സഹോദരന്മാർ സംസാരിച്ചത് എന്ന് പറയാറുണ്ട്. കൗൺസിലിങ്ങിലേക്ക് വരുമ്പോഴും ഞാൻ ഈ പരാതി കേട്ടിട്ടുണ്ട്. ചില ഭർത്താക്കന്മാർ പറയും നിങ്ങൾ സ്ത്രീകളുടെ സൈഡാണ് നിൽക്കുന്നത്, ചില സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുരുഷന്മാരുടെ കൂടെ നിൽക്കുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഞാനിത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മുഖപക്ഷം എന്താണെന്നും വ്യക്തി വ്യത്യാസം പരിഗണിക്കേണ്ടത് എങ്ങനെയാണ് എന്നും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നും ഈ ആരോപണങ്ങൾ ഉണ്ടാവാം. എന്നാൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഈ മുഖപക്ഷം കാണിക്കാറുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചിലയിടത്തെങ്കിലുമൊക്കെ ഫേവറിറ്റിസം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ നടപ്പാക്കുന്ന രീതി എല്ലാവർക്കും, വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒരേ പ്രമാണമാണ്. അപ്പോ ചില ആളുകൾക്ക് എന്താണ് പ്രമാണത്തിൽ ഇളവ് കൊടുക്കുക, വേറെ ചിലർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടുക എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ മുഖപക്ഷം കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സഭ നേതൃത്വത്തിലേക്ക് ഒരാളെ വരുമ്പോഴും ആ വ്യക്തിയുടെ ആത്മീകമായിട്ടുള്ള യോഗ്യതകളും വരങ്ങളും ഒക്കെ പരിഗണിച്ചിട്ടാണ് അങ്ങനെ നേതൃത്വത്തിലേക്ക്, ശുശ്രൂഷകളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അതുപോലെ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് സഭയിലെ സഹോദരന്മാരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ഫേവറിറ്റിസം വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പൊ ഇത് ഒരു വശത്ത് നിൽക്കുന്നു. ഇപ്പൊ ഫേവറിറ്റിസം എന്താണെന്ന് എല്ലാ സഹോദരന്മാർക്കും ഏകദേശം ഒരു ധാരണയായി കാണും എന്ന് വിചാരിക്കുന്നു. അത് ഏതൊക്കെ തലത്തിൽ വരാം എന്നതിനെ കുറിച്ചും ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞോളൂ, ഒത്തിരി വിശദീകരിച്ചിട്ട് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. അപ്പോ മുഖപക്ഷം കാണിക്കാൻ നമുക്ക് അനുവാദമില്ല. അതായത് ബാഹ്യമായിട്ടുള്ള പരിഗണനകൾ നൽകിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനായി പരിഗണിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. അവന്റെ ജാതിയോ മതമോ അവന്റെ പശ്ചാത്തലമോ അവന്റെ സാമ്പത്തികമോ വിദ്യാഭ്യാസ യോഗ്യതയോ അവന്റെ കുടുംബ പശ്ചാത്തലമോ ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ, വിശ്വാസിയെ സ്നേഹിക്കേണ്ടത്, പരിഗണിക്കേണ്ടത്, അതുപോലെ ബഹുമാനിക്കേണ്ടത്, അതുപോലെ സഭയിലെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കേണ്ടത്, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടത്, കുടുംബത്തില് മക്കളെ പരിഗണിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വ്യക്തി വ്യത്യാസം പരിഗണിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ മുഖപക്ഷം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ തന്നെ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എന്ന യാഥാർത്ഥ്യവും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും തുല്യരാണ്, ദൈവം മുമ്പാകെ എല്ലാവരും തുല്യരാണ്, ഒരു വ്യത്യാസവും ദൈവത്തിന് ഇല്ല. സകല ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഉള്ളവരെ ദൈവം ഒരേ മൂല്യമുള്ളവരായിട്ട് കാണുന്നു. ഒരേപോലെ ദൈവം അവരെ രക്ഷിക്കുന്നു, ഒരേ അവകാശം അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നു, എല്ലാവർക്കും വരങ്ങളെ കൊടുക്കുന്നു. ഇതെല്ലാം ദൈവം മുഖപക്ഷമില്ലാതെ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ അവിടെ ദൈവത്തിനും വ്യക്തി വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണാം. എല്ലാവരെയും ദൈവം മുഖപക്ഷമില്ലാതെ കാണുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഇടപെടലുകളില് ഈ വ്യക്തി വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇടപെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ദൈവം മുഖപക്ഷം കാണിക്കുന്നില്ല, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. എന്നാൽ ദൈവം എല്ലാവരോടും ഒരുപോലെ അല്ല ഇടപെടുന്നതും പെരുമാറുന്നതും എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഈ ബന്ധപരമായ സമീപനം വ്യത്യസ്തമായിരിക്കുന്നത്? അപ്പൊ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ റിലേഷണൽ റെസിപ്രോസിറ്റി എന്ന് പറയുന്ന ഒരു ആശയം അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. ഇൻ സോഷ്യൽ സൈക്കോളജി, റെസിപ്രോസിറ്റി ഈസ് എ സോഷ്യൽ നോം ഓഫ് റെസ്പോണ്ടിങ് ടു ആൻ ആക്ഷൻ executed by another person with a similar or equivalent action. അതായത് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അതിന് പകരം അതുപോലെ തന്നെ പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിനോട് സമാനമായ രീതിയിൽ പ്രതികരിക്കുക. ഇതിനാണ് റിലേഷണൽ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട്
പ്രതിഫലങ്ങൾ നൽകുന്നതിലൂടെയാണ് വെളിപ്പെട്ട് വരുന്നത്. പ്രതിഫലങ്ങൾ നൽകിയോ ശിക്ഷണം നൽകിയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഇത് വെളിപ്പെട്ട് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് സാമൂഹിക ഘടനയിലെല്ലാം നമ്മളിത് കാണുന്ന കാര്യമാണ്. എല്ലാ മേഖലകളിലും നമുക്ക് ഈ ഒരു റെസിപ്രോസിറ്റി, ഈ റിലേഷണൽ റെസിപ്രോസിറ്റി, ബന്ധങ്ങളിലുള്ള ഈ പാരസ്പര്യം എന്നൊക്കെ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മലയാള പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാം. എൻ്റെ അറിവില് ഈ പരസ്പര കൈമാറ്റം എന്നൊക്കെ പറയാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പരസ്പര കൈമാറ്റം എല്ലാ ബന്ധങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ദൈവത്തിനുമുണ്ട്. ദൈവം മനുഷ്യരോടുള്ള ബന്ധത്തില് മനുഷ്യന്റെ പ്രവർത്തികളുടെയും മനോഭാവത്തിന്റെയും മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ദൈവവും മനുഷ്യനോട് ഒരേപോലെ അല്ല പെരുമാറുന്നത്. ഈ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ദൈവം വ്യത്യസ്തമായിട്ട് തിരിച്ചും പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് വചനം പറയുന്ന ഒരു വാക്യം ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 9:7 വാക്യത്തില് 6-7 വാക്യങ്ങളില് നമുക്കറിയാവുന്ന വാക്യമാണ്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പൊ കൊടുക്കുന്ന എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, അതാണ് മുഖപക്ഷമില്ലായ്മ. പക്ഷെ സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതോ, അവിടെ ഒരു വ്യക്തി വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ ആ കൊടുപ്പിന്റെ രീതിയിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ ഒരു വ്യക്തി വ്യത്യാസം ദൈവം കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ വിശ്വാസികളും ദൈവമക്കളാണ്. പക്ഷെ വിശ്വാസം ദൈവത്തിൽ വെക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരോട് ദൈവത്തിനൊരു കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ വിശ്വസ്തരായ ആളുകൾ, ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്ന ആളുകൾ, അവർക്ക് ദൈവം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന നമുക്ക് കാണാം. ഇപ്പൊ കർത്താവ് പറഞ്ഞല്ലോ, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികം കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. അപ്പൊ അത് ഫേവറിറ്റിസം ആണോ? അപ്പൊ അത് ഫേവറിറ്റിസം അല്ല, അത് ഈ റിലേഷണൽ റെസിപ്രോസിറ്റിയാണ്. ചെറിയ കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, ആ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ചത് ഭംഗിയായിട്ട് ചെയ്തു, അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അത് ആ വ്യക്തിയുടെ സമർപ്പണത്തിന്റെയും വിശ്വസ്തതയുടെയും അതിന് പകരമായിട്ട് നൽകുന്ന ഒരു റെസ്പോൺസാണ്, ഒരു പ്രതിഫലമായിട്ട് അത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ മറിച്ചുമാണ്. അപ്പൊ ചില ആളുകള്, ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാല്, കയീനും ഹാബേലും രണ്ടുപേരും ദൈവത്തിന് വഴിപാട് അർപ്പിച്ചു. അതിൽ കയീന്റെ വഴിപാട് ദൈവം സ്വീകരിച്ചില്ല, ഹാബേലിന്റെ വഴിപാട് ദൈവം സ്വീകരിച്ചു. രണ്ടുപേരും വഴിപാട് അർപ്പിച്ചു, രണ്ടുപേരും യഹോവയ്ക്കാണ് അർപ്പിച്ചത്, രണ്ടുപേരും അവനവന്റെ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങൾ അർപ്പിച്ചു. അപ്പൊ ഇതിനകത്ത് ദൈവം ഒരു ഫേവറിറ്റിസം ആബേലിനോട് കാണിച്ചില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് ഫേവറിറ്റിസം അല്ല, അത് വാസ്തവത്തിൽ രണ്ടുപേരും വഴിപാട് നൽകിയപ്പോൾ അവരെത്രമാത്രം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതും എത്രമാത്രം ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചെയ്തത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു ഇടപാട്, തിരിച്ച് നടത്തിയ ഇടപാടാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. റിലേഷണൽ റെസിപ്രോസിറ്റിയാണ് നമ്മൾ അവിടെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കൂടുതൽ ദൈവഭക്തിയുള്ള ആൾക്കാർ, കൂടുതൽ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ആളുകൾക്ക് കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയുള്ള ചില ആളുകളുണ്ടല്ലോ. അപ്പം ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഒത്തിരി പിതാക്കന്മാരെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഹാനോക്കിനെ കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ ഹാനോക്കിനെ സംബന്ധിച്ച് മാത്രം പറയുന്ന ചില പ്രത്യേക ദൈവബന്ധത്തിലുള്ള പ്രത്യേക കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഹാനോക്കിനോട് ദൈവം അത്രയൊരു ഫേവറിറ്റിസം കാണിച്ചതാണോ? ഹാനോക്കിനെ ദൈവം എടുത്തു, മരണം കാണാതെ എടുത്തു എന്ന് പറയുന്നത് ഒരു ഫേവറിറ്റിസം കാണിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് ഹാനോക്കിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയോട് ദൈവം പ്രതികരിച്ച പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അപ്പോ അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ദൈവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ഇപ്പൊ പ്രാർത്ഥന തന്നെയാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കുന്ന മനോഭാവം ഒന്നല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഇപ്പൊ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവന് ദൈവം ഉത്തരം നൽകുന്നു. അതുപോലെ യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോകേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പൊ ചിലരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം വേഗം ഉത്തരം കൊടുക്കുന്നു, വേറെ ചിലരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം അത്ര വേഗം ഉത്തരം കൊടുക്കുന്നില്ല. വേറെ ചിലരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നോ എന്നാണ് ഉത്തരം കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? അവിടെ ഫേവറിറ്റിസം ആണോ അതെയോ ഈ വ്യക്തി വ്യത്യാസത്തിന്റെ പരിഗണനയാണോ എന്നത്
ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി വ്യത്യാസത്തിന്റെ പരിഗണന ദൈവത്തിനുണ്ട്. ഇപ്പം അവൻ ചിലരെ, ഇപ്പൊ കർത്താവ് വരങ്ങളെ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തില് അവിടെ പറയുന്നത് ആത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെ ഓരോരുത്തന് ഈ വരങ്ങൾ പങ്കിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് ചില വരങ്ങൾ ചില ആളുകൾക്ക് കൊടുക്കാനായിട്ടാണ് താല്പര്യം. അപ്പൊ അത് ഫേവറിറ്റിസം ആണോ? അല്ല. അത് ഒരു അവയവത്തിലെ ശരീരങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെയുള്ള വ്യത്യാസം ദൈവത്തിന്റെ സഭയിൽ വെച്ചിട്ടുണ്ട്, ശുശ്രൂഷ തലത്തിൽ വെച്ചിട്ടുണ്ട്. ആ വ്യത്യാസമാണ് ദൈവം അവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെയാണ് ചില സ്ഥാനങ്ങളെ കുറിച്ച്. ഇപ്പം അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമാക്കി. എന്നാൽ വേറെ ചിലർക്ക് കൊടുത്തിരിക്കുന്നത് ശുശ്രൂഷാപരമാണ്, സഹായിക്കാനുള്ള വരമാണ്. അപ്പൊ അതെന്താ അങ്ങനെ? അത് ഫേവറിറ്റിസം ആണെന്ന് ചോദിച്ചാൽ അതും ഫേവറിറ്റിസം അല്ല. അത് ചിലതൊക്കെ ദൈവത്തിന്റെ സർവാധികാര കൃപയിൽ ദൈവം ചില വ്യക്തികൾക്ക് കൊടുക്കുന്ന പ്രത്യേക ഗിഫ്റ്റാണ്. അത് അത് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ വ്യത്യാസങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി വ്യത്യാസങ്ങളൊക്കെ ദൈവം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ദൈവത്തോടുള്ള അനുസരണം, ആ അനുസരണത്തിന് പ്രതിഫലമായിട്ട് ദൈവം പ്രതിഫലങ്ങളെ കൊടുക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അനുസരണക്കേടിന് അതിന് ശിക്ഷയും കൊടുക്കാറുണ്ട്. ഇല്ലാത്തവരിൽ നിന്നുള്ളത് കൂടി എടുക്കപ്പെടും എന്നൊക്കെ പറയുന്നതും ഈ എന്താണ് റിലേഷണൽ റെസിപ്രോസിറ്റി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ദൈവത്തിന് അങ്ങനെയുള്ള വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ട്. ആ വ്യക്തി വ്യത്യാസം മുഖപക്ഷം കാണിക്കുന്നതല്ല. ഇത് തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം മുഖപക്ഷം കാണിക്കാൻ അനുവാദമില്ല എന്ന് പറയുന്ന അതേ നാണയത്തിന്റെ മറുവശമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്നാൽ വ്യക്തി വ്യത്യാസത്തിനുള്ള ഇട എല്ലാ ബന്ധങ്ങളിലും ഉണ്ട്. അത് സഭയിലുണ്ട്, കുടുംബത്തിലുമുണ്ട്, എല്ലാ സ്ഥലത്തും ആ വ്യത്യാസം ഉണ്ട്. നമുക്ക് വ്യക്തി വ്യത്യാസം കാണിക്കേണ്ടി വരുന്നത് എപ്പോഴൊക്കെയാണ്? വ്യക്തി വ്യത്യാസം കാണിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ ബന്ധങ്ങളിലും നമുക്ക് വ്യക്തി വ്യത്യാസം കാണിക്കേണ്ടി വരും. സഭയിലാണേലും കുടുംബത്തിലാണേലും കാണിക്കേണ്ടി വരും. അതില്ലാതെ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട്, നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ കഴിവിലുള്ള വ്യത്യാസം, വരങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അതോട്ട് ചേർത്ത് പറയാം. ഓരോ വിശ്വാസികൾക്കും, സഭയിലാണെങ്കിൽ ഓരോ വിശ്വാസികൾക്കുള്ള കഴിവുകൾ വ്യത്യാസമാണ്. ഇപ്പൊ പ്രസംഗിക്കാനായിട്ട് കഴിവുള്ളവര്, അങ്ങനെയുള്ളൊരു വിളിയും വരവൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അവരെ നമ്മൾ പ്രസംഗ ശുശ്രൂഷ, വചന ശുശ്രൂഷയൊക്കെ ഏൽപ്പിക്കുക. എന്നാൽ പ്രസംഗിക്കാനായിട്ട് കഴിവില്ലാത്ത, വരമില്ലാത്ത ഒരു സഹോദരനെ ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്നില്ല. അത് മുഖപക്ഷമാണോ? മുഖപക്ഷമാണെന്ന് ചോദിച്ചാൽ അല്ല. അത് വ്യക്തി വ്യത്യാസമാണ്. അത് അദ്ദേഹത്തിന്റെ വരങ്ങളിലുള്ള വ്യത്യാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കളുടെ കഴിവുകളിലുള്ള വ്യത്യാസം. അപ്പൊ ചിലർക്ക് അക്കാഡമിക്കലി കുറച്ചുകൂടെ മിടുക്കന്മാരായിരിക്കാം, മിടുക്കികളായിരിക്കാം, ഗ്രഹിക്കാനുള്ള കഴിവ് കൂടുതലുണ്ടായിരിക്കാം. ചിലരുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കാം. ചിലർ ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഗ്രഹിക്കുന്നവരുണ്ട്, ചിലർ പല പ്രാവശ്യം വായിക്കേണ്ടി വരും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കലാപരമായ കഴിവുകളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാവരെയും നമുക്ക് ഒരേപോലെ പരിഗണിക്കാനായിട്ട് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഓരോരോ വ്യത്യസ്തമായ ജോലികൾക്കായിട്ട് അവരെ അസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അവരെ റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ ആ ഒരു കഴിവും അവരുടെ പഠന രീതിയും അതുപോലെ അവരുടെ ആത്മീകമായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ സ്നാനപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നു, 5 പേരെ സ്നാനപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ 5 പേരെയും സ്നാനപ്പെടുത്താനായിട്ട് നമ്മൾ ആദ്യമേ പരിഗണിക്കുന്നത് രക്ഷിക്കപ്പെട്ടതാണ്, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തികളാണ്. അപ്പൊ 5 പേരും രക്ഷകനായി സ്വീകരിച്ച വ്യക്തികളാണ്. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മൾ പല കാര്യങ്ങൾ പരിഗണിക്കും. അവരുടെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രായോഗികമായ തലത്തിൽ അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സാക്ഷ്യം എങ്ങനെയാണ്, എത്രമാത്രം രൂപാന്തരം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എത്രമാത്രം അവര് ദൈവബന്ധം സൂക്ഷിക്കുന്നവരാണ്, വചനം പഠിക്കാൻ താല്പര്യമുള്ളവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പരിഗണിക്കുന്നതാണ്. അപ്പം അങ്ങനെ ചിലപ്പോൾ ചില ആളുകളുടെ ജീവിതത്തെ പരിഗണിക്കുമ്പോൾ ചില ആളുകളെ നമ്മൾ പറയും, സൗര അല്ലെ സൗരി, ഈ ഇത്തവണ നമ്മൾ സൗരനെ സ്നാനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ചുകൂടിയൊക്കെ വ്യത്യാസം വരേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ചിലർക്കൊക്കെ അതുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഫേവറിറ്റിസം ആണോ, അതെയോ ഈ വ്യക്തി വ്യത്യാസം, അതായത് ഈ വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആത്മീകമായിട്ടുള്ള പക്വതക്കുറവ്,
ആത്മീകമായിട്ടുള്ള നിലയിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ചില വിഷയങ്ങളിൽ പരിഗണിക്കേണ്ടി വരും, കണക്കിലെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണോ, അതുകൊണ്ടാണോ നമ്മൾ ചില ചില ശുശ്രൂഷകളിൽ ചില സമയത്ത് നമ്മൾ ആളുകളെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങളിലേക്കും വിഷയങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യക്തി വ്യത്യാസം കാണിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ഈ പ്രായവും പക്വതയും എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ ഒരു 5 വയസ്സുകാരനോട് പെരുമാറുന്നത് പോലെയല്ല 15 വയസ്സുകാരനോട് പെരുമാറുന്നത്. അങ്ങനെ 15 വയസ്സുകാരനോട് പെരുമാറുന്ന പോലെയല്ല നമ്മളൊരു 55 വയസ്സുകാരനോട് അല്ലെങ്കിൽ 75 വയസ്സുകാരനോട് പെരുമാറുന്നത്. അവിടെയുള്ള വ്യത്യാസം ഒരു കോമൺ സെൻസ് ആണ്, അല്ലെ? ആ വ്യത്യാസം സൂക്ഷിക്കുക എന്നുള്ളത് കോമൺ സെൻസ് ആണ്. അത് സഭാ ശുശ്രൂഷയിലാണേലും കുടുംബ ബന്ധങ്ങളിലാണേലും മറ്റ് സമൂഹത്തിലാണേലും ഒക്കെ നമ്മൾ ഒരേ വ്യത്യാസങ്ങൾ നമ്മൾ പറയാറുണ്ട്. അത് പഴയ കാരണവന്മാരും ഒക്കെ പറയാറുണ്ടല്ലോ. ഇപ്പം മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കണം, മക്കൾ എത്ര വലുതായാലും. അപ്പനെ ഔസേപ്പേട്ട എന്ന് വിളിക്കരുതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ മക്കൾ എപ്പോഴും മക്കളാണ്, മാതാപിതാക്കൾ എപ്പോഴും മക്കളാണ്, മാതാപിതാക്കളാണ്. അതുപോലെ മുതിർന്ന സഹോദരന്മാര് അവർക്ക് അവരുടെ പ്രായത്തിൻ്റെതായ ബഹുമാനം കൊടുക്കണം, നരച്ച തലയെ ബഹുമാനിക്കണം, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് സഭാബന്ധത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ട്. ഇപ്പം എന്താണ്, മൂത്തവനെ മത്സിക്കരുത് എന്നുള്ള കൽപ്പന നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. നമ്മളെക്കാൾ പ്രായമായിട്ടുള്ള വിശ്വാസികളായ സഹോദരന്മാര് നമ്മുടെ സഭയിലുണ്ടെങ്കിൽ അവരെ നമുക്ക് വല്ലാതെ ഈ കുട്ടികളോട് വഴക്ക് പറയുന്ന പോലെ ഒന്നും അവരെ എഴുന്നേപ്പിച്ച് നിർത്തി വഴക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പൊ അവരോടൊക്കെ അർഹിക്കുന്ന ബഹുമാനത്തോടും ഒക്കെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട് എന്നുള്ള കാര്യം ദൈവവചനം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആത്മീക വളർച്ചയുടെ കാര്യത്തില് ഓരോ വിശ്വാസികളും വ്യത്യസ്തരാണ്. അപ്പൊ നമ്മള് എല്ലാവരെയും ഒരച്ചിലിട്ട് വാർക്കാനായിട്ട് സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാര് ശ്രമിക്കണം. ഇപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാര്യത്തിന് എടുത്താൽ 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. 12 പേരെയും അപ്പോസ്തലന്മാർ തന്നെ വിളിച്ചു. അവിടെ മുഖപക്ഷമില്ല. 12 പേരും അപ്പോസ്തലന്മാരാണ്. 12 പേരും 12 സിംഹാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തില് 12 ഗോത്രങ്ങളെ ഭരിക്കും എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറഞ്ഞു. ആ വ്യത്യാസമൊന്നും ആരും തമ്മിൽ വെച്ചില്ല. പക്ഷേ പത്രോസിനെ കർത്താവ് ഡീൽ ചെയ്ത പോലെയല്ല തോമസിനെ ഡീൽ ചെയ്തത്. അവരെ ഡീൽ ചെയ്ത പോലെയല്ല കർത്താവ് യോഹന്നാനെ ഡീൽ ചെയ്തത്. ഇനി 3 പേരുടെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് കർത്താവിനുണ്ടായിരുന്നുള്ളതായിട്ട് നമുക്കറിയാം. അതൊക്കെ ആ വിശ്വാസത്തിന്റെ പക്വതയും അവരുടെ ചില പ്രത്യേകതകളൊക്കെ വെച്ചിട്ടാണ് ആ വ്യത്യാസം കർത്താവ് വെച്ചത്. അപ്പോൾ ആത്മീകമായിട്ടുള്ള താല്പര്യങ്ങൾ, ആത്മീകമായിട്ടുള്ള പക്വതയും വളർച്ചയും ഒക്കെ കൂടുതലുള്ള വിശ്വാസികളോട് ആ വിശ്വാസികളെ നമ്മൾ വ്യത്യാസമുള്ളവരായിട്ട് കാണേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വ്യത്യാസമുള്ളവരായിട്ട് കാണും. അപ്പൊ ആത്മീകമായിട്ട് വളർച്ചക്കുറവുള്ള ഒരാൾക്ക് ഒരുപക്ഷെ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടി വരും സഭയിൽ. ആ വ്യക്തിയെ വളർത്തിയെടുക്കാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. എന്നാൽ പക്വതയായിട്ടുള്ള ആളുകളുടെ അടുത്ത് അത്രയും സമയം ചെലവഴിക്കേണ്ടി വരില്ലായിരിക്കാം. ഇപ്പോ ഈ രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ വളരെ സെൻസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെറിയ ഒരു ജലദോഷം വന്നൊരു പനിയായിട്ടിരിക്കുകയാണ് എങ്കിൽ പോലും നമ്മൾ ഒന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, നമ്മളൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, നമ്മൾ അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവരിപ്പം വലിയ അസുഖം വന്നാലും അവർ കുഴപ്പമില്ല സാർ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, വന്ന് കാണണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്ന വിശ്വാസികളുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള 2 കൂട്ടം ആൾക്കാരും സഭകളിലുണ്ട്. അപ്പൊ ഈ വ്യക്തി വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു വ്യത്യാസം, അല്ലെ ഇമോഷണാലിറ്റി ഡിഫറൻസ് വ്യത്യാസമുണ്ട്. ചിലർ വളരെ സെൻസിറ്റീവാണ്. അത് ആ സെൻസിറ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ പരിഗണിക്കണം. ചിലർ വളരെ സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇച്ഛാശക്തി വളരെ കൂടുതലുള്ള ആൾക്കാരുണ്ട്, വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നേരിടുമ്പോഴും അല്ലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി പരിഗണിക്കണം. മറ്റുള്ള ആളുകളെ പരിഗണിക്കുന്ന പോലെ അവരെ പരിഗണിക്കാൻ പറ്റില്ല. റിബലിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ചിലർക്ക് വളരെ ആങ്സൈറ്റി കൂടുതലുള്ള ആൾക്കാരുണ്ട്, ടെൻഷൻ ഒത്തിരി കൂടുതലുള്ള ആൾക്കാരുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒത്തിരി ആങ്ഷ്യസ് ആവുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പലതരത്തിലുള്ള മാനസിക സ്ഥിതിയുള്ള ആളുകൾ, വരങ്ങളിൽ വ്യത്യാസമുള്ള ആളുകൾ, കഴിവുകളിൽ വ്യത്യാസമുള്ള ആളുകൾ, ആത്മീകമായിട്ടുള്ള പക്വതയുടെ കാര്യത്തിൽ വ്യത്യാസമുള്ള ആൾക്കാർ, ഇങ്ങനെ ജീവിതത്തിലെ സാക്ഷ്യത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുള്ള ആൾക്കാർ, ഇങ്ങനെ എല്ലാ മേഖലയിലും വ്യത്യാസമുള്ള ആളുകൾ സഭയിലുമുണ്ട്.
അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ ഈ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും വ്യക്തി വ്യത്യാസം പരിഗണിക്കുക എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. വ്യക്തി വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആളുകളോട് ഇടപെടാൻ സാധിക്കുള്ളൂ, റിലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അവരോട് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹരിക്കാനോ ശ്രമിക്കാനോ അതുപോലെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനോ ഇതെല്ലായിടത്തും ഈ വ്യക്തി വ്യത്യാസം പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ അത് ഫേവറിറ്റിസം ആവാൻ പാടില്ല. ഫേവറിറ്റിസത്തിന്റെ അതിർവരമ്പ് നമ്മൾ സൂക്ഷിച്ചോളണം. എന്നാൽ വ്യക്തി വ്യത്യാസം നമ്മൾ പരിഗണിക്കുകയും ചെയ്യണം. ഇത് ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വ്യക്തി വ്യത്യാസം പരിഗണിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സഭയിലുള്ള ചില ആളുകൾക്ക് കൂടുതൽ ബഹുമാനം കൊടുക്കണം എന്ന് തന്നെ ദൈവത്തിന് വചനം പറയുന്നുണ്ട്. തിമോത്തിയോസിന്റെ 1 തിമോത്തി 5:17 പറയുന്നത്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. അപ്പൊ ചില ആളുകൾക്ക് ബഹുമാനം കൊടുക്കണം. ബഹുമാനം കൊടുക്കാൻ ദൈവവചനം പറയുന്നുണ്ട്. എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രത്യേകമായി ബഹുമാനം കൊടുക്കേണ്ട ആളുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ സഭകളുള്ള ഒരു പോരായ്മ എന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് സമുദായങ്ങളിലൊക്കെ സഭാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന ബഹുമാനം അത് എനിക്കൊന്ന് അത് കുറച്ച് ഓവറുമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ഇതിന് യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണനയും ഇല്ലാതെ പോകുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. നമുക്ക് ബഹുമാനം കിട്ടുന്നില്ല എന്നുള്ളതല്ല, നമ്മളെയൊക്കെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സഹോദരന്മാരൊക്കെ ഒരു വിവാഹത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവര് ഈ ഭക്ഷണത്തിന് ലൈനിൽ പാത്രം പിടിച്ചുകൊണ്ട് ക്യൂ നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. പ്രായമായ സഹോദരന്മാര് അവർക്കൊക്കെ ഒരു മേശയിൽ ഇരുത്തി ഒരു ഭക്ഷണം കൊടുക്കുന്നത് ഒരു ന്യായമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തില് ഈ ചില സഹോദരന്മാര് സഭയ്ക്ക് വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്ന ആളുകളുണ്ട്. വചനത്തിലും ഉപദേശത്തിലും ഒക്കെ അധ്വാനിക്കുന്ന ആളുകളുണ്ട്. സഭയുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊക്കെ ഒത്തിരി സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. സഭയ്ക്ക് വേണ്ടി ഒത്തിരി ഓടി നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ബഹുമാനം കൊടുക്കുക, അംഗീകാരം കൊടുക്കുക എന്നുള്ളത് ദൈവവചനം നമ്മോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അവരെ സ്നേഹത്തോടെ വിചാരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നു, പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ബഹുമാനം കൊടുക്കേണ്ടവരുണ്ട്, പ്രത്യേക ബഹുമാനം കൊടുക്കേണ്ടവരുണ്ട്. എന്നാൽ എല്ലാവരെയും ഒരേപോലെ കാണേണ്ട തലങ്ങളും വിശ്വാസ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഇനിയും കാണും കേട്ടോ. അതൊക്കെ ചർച്ചയിലൂടെയൊക്കെ സഹോദരന്മാര് പറഞ്ഞാൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഏതായാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മുഖപക്ഷമില്ലാത്തവരായി നമുക്ക് പെരുമാറാം. അതുപോലെ തന്നെ വ്യക്തി വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു പരിജ്ഞാനപൂർവം ഇടപെടാനും കാണാനും ഒക്കെ ആയിട്ട് നമുക്ക് ശ്രമിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖപക്ഷമരുത്, എന്നാൽ വ്യക്തിത്വ വ്യത്യാസം പരിഗണിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ ആഴമായിട്ടുള്ള അറിവുകൾ പകർന്നു നൽകിയ സണ്ണി സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അവസാനം പറഞ്ഞ ഒരു കാര്യം, വ്യക്തിത്വ വ്യത്യാസം പരിഗണിക്കുന്നത് ആ വ്യക്തിക്ക് അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും നൽകലാണ് എന്ന ഒരു കാര്യം പറയുകയുണ്ടായി. അപ്പം അത് നമ്മുടെ ശുശ്രൂഷകളിലും അതുപോലെ നാം ഇടപെടുന്ന മേഖലകളിലും ഒക്കെ അത് ഏറ്റവും പ്രയോജനകരമായിട്ട് തീരട്ടെ. എന്നാൽ മുഖപക്ഷം കാണിക്കാതെ ശരിയായ നിലയിലുള്ള ഒരു സമീപനം ഉണ്ടാകുവാനായിട്ടും ദൈവം കൃപ നൽകട്ടെ.